എന്താണ് ഭയങ്കര വായുകോപാണല്ലോ. എന്താന്നറിയത്തില്ല, വായു ഇങ്ങനെ ഉരുണ്ടുരുണ്ട് കയറി വരുന്നു. അതെ അതെ അതെ, പ്രായമായില്ലേ അതിന്റെ. ലച്ചു, നീ എന്റെ മെക്കിട്ട് കയറാതെ നീ എന്തോ പറഞ്ഞോണ്ടിരുന്നെന്ന് വെച്ചാ അത് പറ. എന്തോ പറഞ്ഞേ? 1 മണിയാവുമ്പോഴത്തേന് ഉച്ചക്കത്തേനുള്ളത് റെഡി ആവുമെന്ന്. അപ്പൊ രാത്രിയിലത്തേക്കിനുള്ളത് 7 മണിയാവുമ്പോഴത്തേന് റെഡി ആവുമോ? റെഡി ആവുമെങ്കിൽ എന്തായാലും പടവലത്തെ പോലൊന്നും അല്ല. അമ്മായി കേക്കണം, പടവലത്തെ അപ്പൂപ്പൻ ഉണ്ടായിരുന്ന സമയത്തെ അപ്പൂപ്പൻ പണിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ കയറി വന്നത് ചിലപ്പോ ഒരു 1:30, 2 മണി, 3 മണി നേരത്തേക്ക് ആയിരിക്കും. ആ സമയത്തും പടവലത്തെ അടുക്കളയിൽ ഊണ് റെഡി ആയിട്ടുണ്ടാവൂല. ഇനിയിപ്പോ റെഡി ആയിട്ട് ഉണ്ടെങ്കിൽ തന്നെ വല്ല കഞ്ഞിയോ പയറോ പപ്പടോ, ഇനിയിപ്പോ ഒന്നും അല്ലെങ്കിൽ ആ പാവത്തിന് വല്ല മുളകും ചതച്ചു കൊടുക്കും. അതെപ്പോഴാ അങ്ങനെ സംഭവിച്ചത്? ദേ, കെട്ടിച്ചു വിട്ടതാണെന്നും ഒരു കൊച്ചിന്റെ അമ്മയാണെന്നും ഞാൻ നോക്കത്തില്ല, അടിച്ചു പെരുത്തുകളയും കേട്ടാ. അമ്മ കനകം മിണ്ടാതെന്നോണം കേട്ടോ. ആ വിളി കണ്ട ഒരുമാതിരി ഫ്യൂഡൽ വിളി. എനിക്ക് ചെലച്ചൂടെ ചില നേരത്തെ വർത്താനം കേൾക്കുമ്പോ ഇങ്ങനെ പേര് തെരച്ച് കയറി വരും. നീ എന്തോ പറഞ്ഞേ? ഫ്യൂഡലോ? ഇങ്ങോട്ടോ അത്. ഞങ്ങളൊക്കെ പ്രായമുള്ളവരോട് വിനയത്തോടെ സംസാരിച്ചിട്ടുള്ളൂ. അതെ, എന്താണ് ഇവിടെ ഒരു വഴക്ക് ബഹളം? എന്താ കാര്യം? അല്ല, അമ്മയും ലച്ചുള്ളടുത്ത് എന്തായാലും ഒരു വാക്കേറ്റം ഉണ്ടാവുമല്ലോ, അത് സ്വാഭാവികമല്ലേ. വാക്കേറ്റം മാത്രമല്ല, ഇനി ചിലപ്പോ കയ്യേറ്റം ഉണ്ടാവും. അമ്മ ഒരു കാര്യം ചെയ്യ്, ഇനി ഇവളൊന്നും പറയാൻ നിക്കണ്ട. നീ പറഞ്ഞ ഇവിടെ ഒരു അടി അടക്കും. நீங்க 2 பேரும் அங்க போங்க, நாங்க இங்கத்த வேலை எல்லாம் செய்யறோம், அதான் நல்லது. நாங்க இங்கத்த வேலை என்ன செய்ய போறீங்க? புட்டு நான் செய்வேன். സിദ്ധു വിളിച്ചോണ്ട് പോവാൻ നോക്കിയേ. ലച്ചോ വാ, വരത്തില്ല. ലച്ചു അപ്പോ ലച്ചൂസേ മര്യാദയ്ക്ക് വരാൻ നോക്കി. ഞാൻ പറഞ്ഞില്ല ഞാൻ വരുന്നില്ല എന്ന്. പിന്നെന്ത്? ലച്ചു நல்ல குழந்தை தானே, செல்லுமா. മനപ്പൂർവ്വം എറിഞ്ഞതല്ല, അത് ഞാൻ ഇങ്ങനെ വെച്ചപ്പോ അത് അറിയാതെ കൈ തട്ടി അങ്ങനെ അങ്ങനെ പോയതാ. നിന്റെ അടുത്തോട്ട് പാത്രം വന്ന് പറഞ്ഞായിരുന്നോ താഴെ തട്ടി താഴെയിടാൻ? ഇല്ല. അമ്മമ്മക്ക് ഇപ്പൊ എന്താ പ്രശ്നം? നിനക്കെന്താ പ്രശ്നം? ഞങ്ങളുടെ മര്യാദ ഇവിടെ ജോലി ചെയ്തോണ്ടിരിക്കുവായിരുന്നില്ല, പിന്നെ എന്തിനാ എല്ലാവരും കൂടെ കയറി വന്നത്? അപ്പൊ ഞങ്ങൾ കയറി വന്നതാ പ്രശ്നം ഇപ്പം? ലച്ചു നീ ചെല്ല്. ആരെങ്കിലും പോവാ ഇവിടെ നല്ലേ ശരിയാവില്ല. എന്താ ഈ പാത്രം എങ്ങനെയാന്നോ ഇവിടെ ഇരുന്നേ അതുപോലെ എടുത്ത് വെച്ചിട്ട് പോയാ മതി. കണ്ടോ, എടുത്ത് വെച്ചിട്ട് പോയത് കണ്ടോ? എന്നോടുള്ള ദേഷ്യം തീർത്തതാ അത്. എന്റെ പൊന്നമ്മ, അമ്മ ഒന്നും മിണ്ടാതിരി, വെറുതെ അടി ഉണ്ടാക്കാതെ. എന്റെ അമ്മമ്മ സേല നേരത്തെ ഇവിടെ സ്വഭാവം കാണുമ്പോ ഉണ്ടല്ലോ. സിദ്ധുവേ, ഈ കാര്യം പറഞ്ഞ് വെറുതെ നീ അവളുടെ അടുത്ത് വഴക്കുണ്ടാക്കാൻ പോയല്ലേ. ഗൗരി, നീ ഒന്നും മിണ്ടായിരുന്നേ. മോനും ചില സമയത്ത് തോന്നിയിട്ടില്ല അങ്ങനെ? പണ്ടൊരു ദിവസം ഇതുപോലെ പടവലത്ത് വന്നു, ഞങ്ങളെല്ലാരും കൂടെ അടുക്കളയിൽ നിന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. ഏതാണ്ട് ഞാൻ പറഞ്ഞത് അവൾക്ക് പിടിച്ചില്ല. അവൾ അവിടെ കിടന്ന പാത്രം എല്ലാം കൂടെ വാരി നിലത്തോട്ട് അടിച്ചിട്ട് ഒറ്റ പോക്ക്. എന്തൊരു ദേഷ്യമെന്നറിയാവോ ചില നേരത്ത്. அது அம்மா சொன்னது ரொம்ப கரெக்ட் தான்மா. சில டைம்ல லெச்சுக்கு கோவம் வந்தா